സലാർ റീവിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കിയിരുന്നു. പക്ഷേ ഒരു മൂഡ് കിട്ടാത്ത കാരണം ഞാൻ ഐഡിയ ഇടയ്ക്ക് ഡ്രോപ്പ് ആക്കിയിരുന്നു. പക്ഷേ ഇതിൻ്റെ ബ്ലൂ റേ വേർഷൻ വന്നപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടി ഒരു എക്സൈറ്റ്മെൻറ്റ് വന്നു. അങ്ങനെ റീവിസിറ്റ് ചെയ്തു. സോ സലാറിനെ കുറിച്ചിട്ടാവാം ഇന്നത്തെ ഡിസ്കഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ പ്ലാസ്റ്റിക് കത്തി കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്നതും 6 മണിക്ക് മുന്നേ വീട്ടിൽ കയറണം എന്ന് പറഞ്ഞ ഡയലോഗൊക്കെ ആദ്യ വാച്ചിൽ കോമഡി ആയിട്ട് തോന്നിയെങ്കിലും റീവാച്ചിൽ എനിക്ക് ഈ ഫീല് ഡയലോഗ്സ് കേട്ടപ്പോൾ തോന്നിയിട്ടില്ല. കാരണം ദേവയെ കറക്റ്റായിട്ട് അറിയുന്ന ചില ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ദേവയുടെ അമ്മ. കയ്യിൽ നല്ല വയലൻസ് ഉള്ള ഒരാളാണ് ദേവ. തീ, രക്തം, കത്തി ഇതൊക്കെ കാണുമ്പോൾ ദേവയുടെ വയലൻസ് അമ്മയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട്. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവർ ദേവയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതെനിക്ക് കൂടുതലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയത് റീവാച്ച് നടത്തിയപ്പോഴാണ്. സലാറിൽ മെയിൻലി ഉള്ള പ്രോബ്ലം ഇതിൻ്റെ റൺ ടൈമാണ്. വലിയ പ്രശ്നം എന്നല്ല, പക്ഷെ ഇംപെർഫെക്ഷൻസ് ഉള്ളൊരു നല്ല സിനിമ എന്ന് ഈ സിനിമയെ വിശേഷിപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം റൺ ടൈമാണ്. 3 മണിക്കൂറിന് അടുത്തുണ്ട് ഈ സിനിമയുടെ റൺ ടൈം. എന്നാൽ അതിന് കറക്റ്റായ കട്ട്സ് ആണോ എന്ന് ചോദിച്ചാൽ ആക്യുറേറ്റ്ലി എന്ന് എനിക്ക് പറയാനാവും. അല്ലാതെ അതിനനുസരിച്ച് കറക്റ്റായിട്ട് ഇവൻറ്റ്സ് പ്ലേ ചെയ്ത സിനിമയായിട്ട് സലാറിനെ ഞാൻ പറയില്ല. ഇതിൻ്റെ ആദ്യ 30% ഭാഗങ്ങളിൽ കാര്യമായ സബ്സ്റ്റൻസ് ഇതിൻ്റെ അകത്ത് ഇല്ല. പക്ഷേ ആ മൈനിങ്ങിൻ്റെ അവിടെ നടക്കുന്ന ആ ഫൈറ്റ് സീക്വൻസ് മുതൽക്കാണ് ഈ സിനിമയ്ക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. മെയിൻ പരിപാടി തന്നെ വരുന്നത് സെക്കൻഡ് ഹാഫിലാണെന്നും മാത്രം. അവിടെ പിന്നെ കാണാൻ പറ്റിയ ലെവലിലുള്ള ട്രീറ്റ്മെൻറ്റ് പ്രശാന്ത് നീൽ ചെയ്തിട്ടുമുണ്ട്. എനിക്കിതിൽ കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ട കാര്യം പ്രഭാസിനെ നീൽ പ്രസൻറ്റ് ചെയ്ത രീതിയാണ്. ഇപ്പോൾ ബാഹുബലിക്ക് ശേഷം പ്രഭാസിൻ്റെ ഓറ പോയി, പഞ്ച് പോയി എന്നൊക്കെ പറയുന്ന അതേ പ്രഭാസിനെ വെച്ചിട്ട് തന്നെ മിർച്ചിയിലും ഛത്രപതിയിലൊക്കെ കാണുന്ന രീതിക്ക് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ ഒരു ക്യാരക്ടറിനെ വെച്ച് മറ്റൊരു ക്യാരക്ടറിനെ ഹൈപ്പ് ചെയ്യുന്ന ഈ പരിപാടി ഈ സിനിമയിൽ കിടിലമാണ്. എസ്പെഷ്യലി വരദ ദേവയ്ക്ക് കൊടുക്കുന്ന ബിൽഡം, ഇൻ്റർവെൽ സീനിൽ രാധാരമയുടെ ഹൈപ്പിംഗ്, വരദരാജമുന്നാർക്ക് സലാർ, ദേവരഥറായ് സാർ, ഇതൊക്കെ വൻകിടിലമായിട്ട് വന്നിട്ടുണ്ട്. ഈ ദേവയും വരദയും തമ്മിലുള്ള ബോണ്ടാണ് ഈ സിനിമയിൽ കൂടുതൽ കാണിക്കുന്നതെങ്കിലും ഇതിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനെല്ലാം ഈ 2 ക്യാരക്ടേഴ്സിലൂടെ കണക്ട് ചെയ്തിട്ടുള്ള ക്യാരക്ടർ സെറ്റിങ് നൈസാണ്. എന്ന് വെച്ച് എങ്ങനെ പോയാലും എല്ലാവരുടെയും കണ്ണ് വരദയിലോട്ടാണ്. പക്ഷേ വരദയുടെ റൈറ്റ് ഹാൻഡ് മാനായ ദേവ ഈ പ്രശ്നത്തിൽ ഇൻവോൾവ് ആവുന്നു. പക്ഷേ ഭാരവ് ശരിക്കും ആരാണ്, എങ്ങനെയാണ് ഭാരവ് ദേവയിലോട്ട് റെഗുലറായിട്ട് ഉള്ളത് എന്ന പ്ലോട്ട് ട്വിസ്റ്റൊക്കെ ഇൻവോൾവ് ആവുന്ന സമയത്ത് ഒരു ബ്രോമാൻസിൻ്റെ അപ്പുറത്തേക്ക് ദേവയ്ക്ക് ഈ പ്രശ്നത്തിൽ ഒരു പർപ്പസ് കൂടി ഉണ്ടെന്ന് ഈ സിനിമ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ക്യാരക്ടേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആവുന്ന പാറ്റേൺ ഈ സിനിമയിൽ എനിക്ക് നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മിക്സഡ് രീതിയിൽ റെസ്പോൺസ് വന്നൊരു സിനിമയെ ഓരോ എഡിറ്റ് ഇറക്കിയിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു. ഹോട്ട്സ്റ്റാറിൽ ഹിന്ദി വേർഷൻ കണ്ടിന്യൂസ് ആയിട്ട് 300 ദിവസം ട്രെൻഡിങ്ങിൽ പോയിട്ടുണ്ട്. അങ്ങനെ മിക്സഡ് റെസ്പോൺസ് ഉള്ളൊരു സിനിമയെ ഓഡിയൻസ് ഒക്കെ ചേർന്നിട്ട് ഒരു കൾട്ട് സിനിമയാക്കിയിട്ട് മാറ്റുന്നു. സലാർ പേഴ്സണലി എനിക്ക് ഇഷ്ടമാണെങ്കിലും പിന്നീട് ഒരിക്കൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഈ സിനിമയെ ഏറ്റെടുക്കും എന്ന് ഞാൻ കരുതിയിട്ടില്ല. ട്വിറ്ററിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഓരോ എഡിറ്റ് കാണാം. എന്തായാലും ഇപ്പോൾ നല്ല ഫാൻ ഫോളോയിങ് ഒരു സിനിമയാണ് സലാർ. പാർട്ട് 2 ഒക്കെ നല്ല രീതിയിൽ ചെയ്തു വെച്ചാൽ ഈ കൾട്ട് ഫോളോയിങ് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. സലാറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ റെസ്പോൺസ് കമൻറ്റ് സെക്ഷനിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ ഗൈസ്.